ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ അമേരിക്കയിൽ കാര്യമായ പല ഉടച്ചുവാർക്കലുകൾക്കും കളമൊരുങ്ങിയിരുന്നു. അങ്ങനെ ഉണ്ടായ ഗണ്യമായ മാറ്റങ്ങളിൽ ഒന്നാണ് അമേരിക്ക വിട്ടോടുന്ന അമേരിക്കൻ പൗരന്മാരുടെ എണ്ണത്തിലെ വർധനവ്. ഇവരൊക്കെ രാജ്യം വിട്ട് കുടിയേറാൻ തിരഞ്ഞെടുക്കുന്നത് ബ്രിട്ടനുമാണ്. കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് പൗരത്വം നേടാൻ അപേക്ഷ സമർപ്പിച്ച അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം എക്കാലത്തേക്കാളും ഉയർന്ന നിരക്കിലേക്കാണ് പോകുന്നത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതും ബ്രിട്ടന്റെ നികുതി സമ്പ്രദായത്തിലെ സമീപകാല മാറ്റങ്ങളുമാണ് ഈ അപേക്ഷകരുടെ കുന്നുകൂടലിന്റെ കാരണമെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 6100-ലധികം അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടുകൾ മുൻപ് ഡാറ്റ ശേഖരണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. 2023 അപേക്ഷിച്ച് 26% വർധനവ്. മൊത്തത്തിൽ ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷകൾ 6% ഉയർന്ന് 2,51,000 ഇത് മറ്റൊരു റെക്കോർഡാണ്. 2024 അവസാന പാദത്തിൽ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുമുള്ള അപേക്ഷകളിൽ കുത്തനെ വർധനവുണ്ടായതായും കാണാം. വർഷം തോറും 40% വർദ്ധിച്ച് ഏകദേശം 1700 ഉയർന്നതായിട്ടാണ് ഹോം ഓഫീസിൽ നിന്നുള്ള ഡാറ്റ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ രണ്ടാം വരവും നയങ്ങളും തന്നെയാണ് ഇമിഗ്രേഷൻ വർധനവിന് കാരണമായത്. നികുതി മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഉയർന്ന ആസ്തിയുള്ള നിരവധി വ്യക്തികൾ പോലും സമാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. ട്രംപിന്റെ പ്രക്ഷുബ്ധമായ രണ്ടാം ടേം ആരംഭിച്ചതിന് ശേഷം പൗരത്വത്തിലും വിസ അപേക്ഷിക്കലിലും കാര്യമായ മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. നവംബറിലെ അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസം ബ്രിട്ടീഷ് പൗരത്വത്തിനായുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചു എന്നാണ് നിയമസ്ഥാപനമായ ഇമിഗ്രേഷൻ അഡ്വൈസ് സർവീസിലെ ഡയറക്ടർ ഓനോ ഒക്കരംഗ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വെറും 6 മാസത്തിനുള്ളിൽ 5800-ലധികം അമേരിക്കക്കാർ പൗരത്വം ഉപേക്ഷിക്കുകയുമുണ്ടായി. ഇത് 2019 ആകെ ജനസംഖ്യയുടെ 3 ഇരട്ടി വരും. 2024 അവസാന പാദം കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏതൊരു 3 മാസ കാലയളവിലും റെക്കോർഡ് കണക്കുകളാണ് സൃഷ്ടിച്ചത്. ട്രംപിന്റെ വരവോടെ സ്വസ്ഥ നഷ്ടപ്പെട്ടവരൊക്കെ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഏകാധിപതിയായി ഇഷ്ടങ്ങളെ നടപ്പിലാക്കാനാണ് ട്രംപ് നാടുകടത്തൽ നടപടിയിലേക്ക് വരെ കടന്നതെന്നും കാണാം.